ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ടൊരു പായ്ക്കപ്പലാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മളിതാ ഇതുപോലെ കുറേ സ്റ്റിക്കുകൾ, ഇത് കളക്ട് ചെയ്ത കുറേ സ്റ്റിക്കുകൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് നമുക്ക് സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇതെല്ലാം നമ്മൾ ഫാൻസി സെൻറ്ററിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ബുക്ക് സ്റ്റോളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലെ ഫെവി ബോണ്ട് യൂസ് ചെയ്ത് 10 സ്റ്റിക്കുകൾ മുകളിൽ വെച്ച് ചേർത്ത് അത് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്തത്. ആ 10 സ്റ്റിക്കിനൊക്കെ ഓരോന്നും ഒട്ടിക്കുകയാണ് ചെയ്തത്. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കുറച്ച് നേരം അത് ടൈറ്റായിട്ടിരിക്കാൻ ഒരു 5 മിനിറ്റോളം അത് നമുക്ക് അങ്ങനെ തന്നെ വെക്കേണ്ടി വരും. അപ്പോഴത്തേക്ക് അത് സ്റ്റിക്കായിക്കൊള്ളും. ഇതുപോലെ ഓരോന്ന് അടുക്കി അത് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതുപോലെ 2 സെക്ഷനായിട്ട് നമ്മൾ 10 സ്റ്റിക്ക്, അതിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടി പാടില്ല. ഇതിപ്പോൾ ചെറിയ ഒരു പായ്ക്കപ്പലിന് വേണ്ടിയിട്ടാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് അത് നമ്മൾ ഓരോന്നായിട്ട് ഓരോ സെറ്റായിട്ട് നമ്മളത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് സമയം പിടിക്കും നമ്മളത് ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ കളർ സ്റ്റിക്കും കിട്ടും, അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് യഥേഷ്ടം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഒരു 10 സ്റ്റിക്ക് ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി അതേപോലെ തന്നെ വേറൊരു സെറ്റ് 2 സെക്ഷനായിട്ടാണ്. കുറച്ച് വീതിയുള്ള സ്റ്റിക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം മാത്രം അത് നമുക്ക് ഒരു 10 എണ്ണം ഒട്ടിച്ചാൽ മതി. ഇത് കൊച്ചു സ്റ്റിക്ക് ആയതുകൊണ്ട് 2 സെക്ഷനായിട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. നല്ല വീതിയുള്ള സ്റ്റിക്കും കിട്ടും, പല മോഡലിലെ സ്റ്റിക്ക് നമുക്ക് കിട്ടും. നമ്മുടെ ഒരു സ്പൂൺ പോലത്തതുണ്ട്, അത് നമുക്ക് വേണ്ട. ഇതുപോലെ നീളത്തിലുള്ള സ്റ്റിക്ക് തന്നെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ കുട്ടികൾ മാത്രം ഇത് ചെയ്ത് നോക്കണ്ട. കാരണം ഇത് നമ്മൾ കട്ടിംഗ് ബ്ലേഡാണ് യൂസ് ചെയ്യുന്നത്. അത് അവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് കൈ മുറിയാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് ഇത് ബുദ്ധിമുട്ടാണ്, അവരിത് ചെയ്യാത്തതായിരിക്കും നല്ലത്. ഇതുപോലെ 2 സെറ്റായിട്ട് നമ്മൾ 10 സ്റ്റിക്കുകൾ ഒട്ടിച്ചത് ചേർത്ത് വെച്ച് വീണ്ടും നമ്മളത് ഒട്ടിക്കുകയാണ്. ലാസ്റ്റ് ഫെവി ബോണ്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഫ്ലെക്സ് ക്വിക്ക് യൂസ് ചെയ്ത് വീണ്ടും അതിനെ ഒന്നും കൂടി ടൈറ്റായിട്ട് ഉറപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്നങ്ങ് ആയിക്കൊള്ളും. ഫെവി ക്വിക്ക് ഫ്ലെക്സും കൂടി ആകുമ്പോഴത്തേക്ക് പെട്ടെന്നങ്ങ് സ്ട്രക്ക് ആയിക്കൊള്ളും. ഇതിൻ്റെ വീതിയുള്ള സ്റ്റിക്കാണെന്നുണ്ടെങ്കിൽ ഒരു 10 സ്റ്റിക്കുകൾ അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതിപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു വീതി കുറഞ്ഞ സ്റ്റിക്കായതുകൊണ്ടാണ് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ ആ കട്ടിംഗ് ബ്ലേഡ് യൂസ് ചെയ്ത് കുറച്ചൊരു 10 മിനിറ്റോളം നമ്മൾ വെച്ചതിന് ശേഷം ആ ഒരു ബോട്ടിൻ്റെ ഷേപ്പ് നമുക്കറിയാമല്ലോ, കൂർത്തിരിക്കുന്ന ഭാഗം നമ്മളിത് കട്ട് ചെയ്ത് എടുക്കുകയാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കത് കട്ട് ചെയ്ത് കിട്ടാനായിട്ട്. ഇത് നമ്മൾ ആദ്യമേ തന്നെ ഈ സ്റ്റിക്കുകൾ, ഐസ്ക്രീം സ്റ്റിക്കുകൾ നമ്മൾ വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റോളം ഇടുകയാണെങ്കിൽ അത് കുതിർന്ന് കിട്ടും. അപ്പോൾ കുതിർന്ന് കുറച്ച് കഴിഞ്ഞ് പുറത്ത് വെച്ച് അതും ഒരു 10 മിനിറ്റ് കഴിയുമ്പം നമ്മൾ ഒട്ടിച്ചെടുക്കാൻ നമുക്ക് ഫാസ്റ്റായിട്ട് ചെത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വളച്ചെടുക്കുന്നതിനും നമ്മൾ അതുപോലെ തന്നെ കുതിർത്തതിന് ശേഷം ആകുമ്പം ഇത് യഥേഷ്ടം നമുക്ക് വളച്ച് കൊണ്ട് തന്നെ വരാൻ പറ്റും. ആ ഒരു ബോട്ടിൻ്റെ ഷേപ്പിൽ നമുക്ക് വളച്ചുകൊണ്ട് വരാൻ പറ്റും. അത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്ത്, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അത് കട്ട് ചെയ്തെടുക്കാൻ. കൊവുന്നതായതുകൊണ്ട് പെട്ടെന്ന് നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ആ ഒരു ഷേപ്പ്, നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഷേപ്പ് നമ്മൾ ആ 2 സൈഡിൽ എങ്ങനെ വേണമെങ്കിലും നമുക്കത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ആ ഒരു വളഞ്ഞ ഭാഗം റെഡിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കുറച്ച് നേരം അത് 10 മിനിറ്റോളം ഇട്ടപ്പോൾ അത് നമുക്ക് വളച്ചെടുക്കാൻ പറ്റി. അത് വളച്ച് അതുപോലെ 2 സൈഡിലും അത് ഫെവി ബോണ്ട് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടുന്ന രീതിയിൽ അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു 2 സൈഡും ഫെവി ബോണ്ട് യൂസ് ചെയ്ത് നമ്മളത് റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ ഇതിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റിക്ക് കട്ട് ചെയ്തെടുത്തതാണ്. ആ സെൻറ്ററിൽ അത് ക്വിക്ക് ഫ്ലെക്സ് കൊണ്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മളിപ്പം ഇതുപോലത്തെ നമ്മുടെ ബുക്ക് ബൈൻഡോ അല്ലെങ്കിൽ ബുക്ക് കവറിങ് പേപ്പറോ 2ആയിട്ട് ഒട്ടിച്ചാണ് ഈ ഒരു മോഡലിൽ നമ്മൾ ഒട്ടിച്ചെടുത്തത്. 2 ഷീറ്റ് ഒരുമിച്ച് വെച്ച് ഒട്ടിച്ചെടുക്കുകയും ചെയ്ത് അത് അതിൻ്റെ സെൻറ്ററിൽ വെച്ച് ആ ഒരു ഷേപ്പിൽ ഇത് കാണിക്കുന്ന ഷേപ്പ് കണക്ക് ഒട്ടിച്ചെടുത്ത് 2 സൈഡിലും ഒരു സപ്പോർട്ട് കൊടുത്ത് അതിന് വൈറ്റ് കളർ എടുത്ത് സെൻറ്ററിൽ ഗോൾഡൻ കളർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കണക്ക് അതിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ബ്രൗൺ കളർ വേണമെങ്കിലും കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ആ സെൻറ്ററിൽ കുറച്ചും കൂടി ഒരു തിളക്കത്തിന് വേണ്ടിയിട്ട് ഗോൾഡൻ കളറിൻ്റെ കൊടുത്തിരിക്കുകയാണ്, കുറച്ചും കൂടി ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ ആ റെഡ് കളർ കൊടുത്ത് മനോഹരമായിട്ട് ഒരുക്കി.